ഡോക്ടർ മോഹൻ വർഗീസ്, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് തൻ്റെ 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ വെച്ച് കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയുടെയും ജിതേന്ദ്ര സിംഗിൻ്റെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം വെള്ളിയാഴ്ച പുലർച്ചെ ഉപവാസം അവസാനിപ്പിക്കുന്നത്. വാങ്ചുക്ക് കൂലിക്ക് നിരാഹാരം നടത്തിയതാണ് എന്നായിരുന്നല്ലോ BJP കേന്ദ്രങ്ങൾ പടച്ചുവിട്ടത്. ഒടുവിൽ കേന്ദ്രമന്ത്രിമാർക്ക് കാല് പിടിക്കേണ്ടി വന്നു വാങ്ചുക്കിൻ്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ. മറ്റൊരു കാര്യം, ഇന്നലെ അർദ്ധരാത്രി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഇതിനെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. മോദിയുടെയും BJP നേതാക്കളുടെയും തന്ത്രങ്ങൾ പഴയ പോലെ ഏൽക്കാതായോ? പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നാണ് സൂചന. ഈ ശൗര്യമെന്ന് പറയുന്നത് നെഗോസിയേഷൻ്റെ ഒരു ശൗര്യമാണ്, തന്ത്രങ്ങളുടെ ഒരു മികവാണ്. അതൊക്കെ എക്കാലത്തും തങ്ങൾക്കെതിരെ വരുന്ന എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കാനും അതിനെ വഴിതിരിച്ചു വിടാനും കഴിയും എന്നായിരുന്നു അമിത്ഷായും നരേന്ദ്രമോദിയും വിശ്വസിച്ചിരുന്നത്, കോക്രോച്ചുകൾ രംഗത്ത് വരുന്നത് വരെ. അപ്പം ഇവിടെ അവരുടെ നേതാവെന്ന് പറയാനാവില്ല, ജൻസി ഒന്നുമല്ല എങ്കിലും സീനിയർ ഫ്രണ്ടായി നിരാഹാരം അനുഷ്ഠിക്കാനായി രംഗത്ത് വന്ന പരിസ്ഥിതി ചിന്തകനും വലിയ ലഡാക്കിലെ വലിയ ഒരു സാമൂഹിക മുഖവും മുൻകാലങ്ങളിൽ നിരാഹാരം കൊണ്ട് ശ്രദ്ധേയനും ഒക്കെയായ പല ജനകീയ വിഷയങ്ങളും ഏറ്റെടുത്ത് അത് വലിയ ജനശ്രദ്ധ ആകർഷിച്ച സോനം വാങ്ചുക്, അദ്ദേഹം നിരാഹാരം ഇരുന്നപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായി, മാധ്യമ ശ്രദ്ധയുണ്ടായി. കോക്രോച്ച് ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹവും അണ്ണാ ഹസാരെ പോലെ ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് വന്നത്. സോനം വാങ്ചുക് ഇന്ന് 2011 അണ്ണാ ഹസാരെയാണ് 2026 ജന്തർ മന്ദറിൽ വെച്ച് കണ്ട, നിരാഹാര പന്തലിൽ കണ്ട സോനം വാങ്ചുക് എന്നൊക്കെ പലരും എഴുതി. പക്ഷേ ഇവിടെ മറ്റൊരു അജണ്ട ഉണ്ടായിരുന്നുവോ സോനം വാങ്ചുക്കിന്? സോനം വാങ്ചുക്കിനെ വില കൊടുത്ത് BJP റാഞ്ചി എടുത്തുവോ? കേന്ദ്ര സർക്കാരിൻ്റെ ദൂതന്മാർ JP നഡ്ഡയാകട്ടെ, ജിതേന്ദ്ര സിംഗ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള സഹമന്ത്രിയായ ജിതേന്ദ്ര സിംഗ് ആകട്ടെ, രണ്ടുപേരും ഇദ്ദേഹവുമായി സംസാരിച്ച് അടിസ്ഥാന വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യുകയാണ്. സോനം വാങ്ചുക് എന്താണ് അടിസ്ഥാന വിഷയം? ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്നതാണ് അടിസ്ഥാന വിഷയം. പാർലമെൻറ്റ് മാർച്ചിനോടനുബന്ധിച്ച് നടന്ന അക്രമ സംഭവങ്ങളിൽ കുട്ടികൾക്കെതിരെ, ജൻസി പ്രക്ഷോഭകർക്കെതിരെ കേസ് എടുക്കില്ല എന്നതൊരു ചെറിയ കോൺസലേഷൻ മാത്രമാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകരിക്കാൻ തയ്യാറാണ്, പുതിയ സംവിധാനം ഉണ്ടാകുന്നു, മത്സര പരീക്ഷ കുറച്ചുകൂടെ കാര്യക്ഷമമായി നടക്കുന്നു, കുറ്റവാളികളെ 13 പേരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തു, ശിക്ഷിക്കപ്പെടും, ഫാസ്റ്റ് ട്രാക്ക് കോടതി വരികയാണ്. ഇതൊക്കെ വാഗ്ദാനങ്ങളാണ്, നല്ല കാര്യം. പക്ഷേ അതുകൊണ്ട് അടിസ്ഥാന വിഷയത്തിൽ നിന്നും, നിരാഹാരത്തിൽ നിന്നും സോനം വാങ്ചുക് പിന്മാറിയിരിക്കുന്നു. കഴിഞ്ഞ അർദ്ധരാത്രി സോനം വാങ്ചുക് പറഞ്ഞു, ഇനി ഞാനില്ല, നിരാഹാരമില്ല. അപ്പോൾ ഈ പെട്ടെന്ന് ഇദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അങ്ങ് ആവിയായി പോയോ എന്നാണ് CJPയുടെ നേതൃത്വം ചോദിക്കുന്നത്. അഭിജിത് ദീപ്കയും CJPയുടെ നേതൃത്വവും ചോദിക്കുന്നത് അങ്ങനെയാണ്. നേതൃത്വം എന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു കളക്റ്റീവ് വില്ലിൽ അങ്ങനെ പോവുകയാണിപ്പോൾ. ഒരു പ്രത്യേക ഒരു നേതാവോ ഒരു ഘടനയോ ഒന്നും തന്നെ ഇപ്പോഴും ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയായ CJPക്ക് ഇല്ല എന്നുകൂടി ഓർക്കണം. പക്ഷെ വൻ വിജയമായിട്ടാണ് ഈ കേന്ദ്ര സർക്കാർ അതിനെ, ഈ സോനം വാങ്ചുക്കിനെ പ്ലക്കേറ്റ് ചെയ്തു, മാറ്റിക്കൊണ്ടുപോയി. അവിടെ പകുതി ലക്ഷ്യം നേടി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. സോനം വാങ്ചുക് വാസ് എ സ്റ്റെബിലൈസിങ് ഫോഴ്സ്. അതാണോ ഇനി ട്രോജൻ ഹോഴ്സ് ആയിരുന്നോ എന്നത് മറ്റൊരു ചിന്തയാണ്. അങ്ങനെയൊന്നുമല്ല. കുട്ടികളെ വഞ്ചിക്കുക, ജൻസിയെ വഞ്ചിക്കുക എന്നൊന്നുമില്ല. അദ്ദേഹത്തിന് വാർത്താ പ്രാധാന്യം കിട്ടി. 25 ദിവസത്തെ നിരാഹാരം അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ പ്രക്ഷോഭം തുടരുകയാണ്. വിദ്യാർത്ഥികൾ നിരാഹാരത്തിലാണ്, ദിവസങ്ങളോളം നിരാഹാരത്തിലാണ്. ഒരു കുട്ടി, ഈ മർദ്ദനമേറ്റ ഒരു കുട്ടിയുടെ നട്ടല് തകർന്ന് അത്യാസന നിലയിൽ വെന്റിലേറ്ററിലാണ്. ഏതെങ്കിലും ഒരു മരണം അവിടെ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാഹിതം അവിടെ സംഭവിച്ചാൽ ഇന്ത്യ ആസകലം ഇപ്പോൾ വൈകാരികമായ വലിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഭാരതത്തിലെ കുട്ടികളായ ഈ ജൻസികൾക്ക് പിന്തുണയുമായി എത്ര പേരാണ് എത്തുന്നത്? സിനിമാ താരങ്ങൾ എത്തുന്നു, സാംസ്കാരിക പ്രവർത്തകരെത്തുന്നു, സച്ചിൻ തെണ്ടുൽക്കർ പോലും എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എക്രോസ് ദ ഫ്രോണ്ടിയർ ഈ പിന്തുണ ലഭിക്കുന്നു. ഒരു വശത്തെ സോനം വാങ്ചുക്കിനെ പറഞ്ഞ് മാറ്റി എന്ന് മേനി നടിക്കുന്നു സർക്കാർ. പക്ഷേ സമരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ വളരെ സ്ട്രോങ് ആയി തന്നെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന രീതിയിൽ തന്നെയാണ്
CJP നിൽക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് സ്വന്തം പാളയത്തിൽ തന്നെ വേറിട്ട സ്വരങ്ങൾ. ആദ്യമായിട്ടാണ്. BJPയിൽ സാധാരണ വേറിട്ട സ്വരങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാറില്ല. ഇപ്പോൾ ഇതാ മുരളി മനോഹർ ജോഷിയുടെ ഭാഗത്ത് നിന്ന് വേറിട്ട സ്വരം വന്നിരിക്കുന്നു. ആരാണ് മുരളി മനോഹർ ജോഷി? മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, മാനവശേഷി വികസന മന്ത്രിയായിരുന്നു, ദീർഘകാലം വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്നു. പിന്നെ അദ്വാനിയോളം തലപ്പൊക്കമുള്ള വാജ്പേയി, അദ്വാനി, മുരളി മനോഹർ ജോഷി അവർക്ക് സമശീർഷരായ ആളുകളാണ്, മുൻകാല BJP നേതാക്കളാണ്. ഇപ്പോൾ വളരെ പ്രായമായിരിക്കുന്നു. ഈ പുതിയ ഡിസ്പെൻസേഷനിൽ മോദിയും അമിത്ഷായും ഒക്കെ നയിക്കുന്ന ഒരു ഘടനയിൽ കാര്യമായ അതൃപ്തിയുള്ള ഒരാളാണ് പ്രൊഫസർ മുരളി മനോഹർ ജോഷി. അദ്ദേഹം ഫിസിക്സിൻ്റെ അധ്യാപകൻ കൂടി ആയിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പം അദ്ദേഹത്തിന് കുട്ടികളോടുള്ള വാത്സല്യം മാത്രമാണോ, അതോ BJP നേതൃത്വത്തിന് ഇപ്പോൾ 75 വയസ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് സുമിത്രാ മഹാജനെയും LK ആദ്വാനിയെയും അതുപോലെ മുരളി മനോഹർ ജോഷിയെയും എല്ലാം മാറ്റി നിർത്തിയതിൻ്റെ ഒരു ചൊരുക്ക് കിട്ടിയ സമയത്തിൽ അങ്ങ് പ്രയോഗിച്ചു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷേ സ്വന്തം പാളയത്തിൽ തന്നെ എല്ലാം ഭദ്രമല്ല. BJPക്കുള്ളിൽ വ്യാപകമായൊരു ചിന്തയുണ്ട്. ഒരു ക്യാബിനറ്റ് റീഷഫിളിലൂടെ സിമ്പിളായി ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങ് മാറ്റി വേറൊരു വകുപ്പ് കൊടുത്താൽ മതിയായിരുന്നു, അല്ലേ? കുറച്ചു കാലം മന്ത്രിസഭയ്ക്ക് പുറത്ത് നിന്നാൽ മതിയായിരുന്നു, രാജ്യമൊന്നും വെപ്പിക്കേണ്ടായിരുന്നു, ക്യാബിനറ്റ് റീഷഫിളായിരുന്നു. അപ്പം മുഖം നഷ്ടപ്പെടാതെ നോക്കാം. ഇപ്പോൾ ഇതാ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നാൽ കൃത്യമായി നരേന്ദ്രമോദിക്ക് മുഖം നഷ്ടപ്പെടും. അത് വിദ്യാർത്ഥി പ്രക്ഷോഭം നബിന് നേരത്തെ ആകാമായിരുന്നല്ലോ എന്ന ചോദ്യമുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ സൂചി കൊണ്ട് എടുക്കേണ്ടിയിരുന്ന ഒന്നിനെ തുമ്പ കൊണ്ട് കഷ്ടപ്പെട്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടും എടുക്കാൻ സാധിക്കുന്നില്ല. JCBക്ക് ആൾ പോയിരിക്കുകയാണെന്നാണ് കേട്ടത്. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ പലർക്കും ഇത്തരത്തിൽ സംശയമുണ്ട്. സോനം വാങ്ചുക്കിനെ BJP റാഞ്ചിയോ അല്ലെങ്കിൽ വില കൊടുത്തു വാങ്ങിയോ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് സോനം വാങ്ചുക്ക് ഇത്രയും ദിവസം ആവശ്യപ്പെട്ടിരുന്ന വിഷയങ്ങൾ ആവിയായി പോയത് എന്നീ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട്. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഈ വിഷയത്തിൽ തുടക്കം മുതൽ, അതായത് ഈ CJPയുടെ സമരത്തിൽ തുടക്കം മുതൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് ആ സമരത്തെ തങ്ങളുടേതാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നാലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ജന്തർ മന്ദറിൽ വരാതെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമരം ചെയ്തത്. അവിടുത്തെ നാടകീയ സംഭവങ്ങൾ വാർത്താ ചാനലുകളിൽ വന്നപ്പോൾ സമരം കോൺഗ്രസിൻ്റേത് എന്ന വ്യാഖ്യാനം വരികയും ചെയ്തു. സമരം പ്രതിപക്ഷ പാർട്ടികൾ ഹൈജാക്ക് ചെയ്യുന്നു എന്ന ആരോപണം ഉയർന്നിട്ടുമുണ്ട്. CJPക്ക് വേണ്ടി നിരാഹാരം കിടന്നിരുന്ന സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ പരസ്യമായി കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ശരിക്കും BJPക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കിയോ കോൺഗ്രസ് ഈ CJP സമരത്തെ? അതായത് വലിയൊരു ആയുധമാണല്ലോ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുകയാണോ കോൺഗ്രസ്? കിട്ടിയ ആയുധം ഉപയോഗിക്കാൻ ഉള്ള ഇടമാണ് രാഷ്ട്രീയം. അത് ഏത് പാർട്ടിയും ഉപയോഗിക്കും, അതവിടെ നിൽക്കട്ടെ. ഇത് കോൺഗ്രസിൻ്റെ സമീപനത്തെക്കുറിച്ചാണ് ചിന്ത. ഈ ഉറങ്ങിക്കിടന്ന കുംഭകർണൻ പെട്ടെന്ന് ഉണർന്ന് യുദ്ധത്തിന് പോകുന്ന ഒരു മട്ടിലാണ് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വരുന്നത്. എവിടെയായിരുന്നു മിസ്റ്റർ രാഹുൽ ഇത്രയും കാലം? അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. കുട്ടികൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നു, അതിനുള്ള ഐക്യദാർഢ്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ രംഗത്ത് വന്നിട്ടില്ലായിരുന്നു. ഒരു തണുത്ത പ്രതികരണമായിരുന്നു. കാരണം CJPയെ കണ്ടത്, കോൺഗ്രസ് പാർട്ടിയൊക്കെ ആദ്യം കോക്രോച്ച് ജനതാ പാർട്ടിയെ കണ്ടത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ശൈലിയിലാണ്. നോക്കൂ, ആം ആദ്മി പാർട്ടി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഡൽഹി കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. കൈവശത്ത് ഇരുന്ന ഇതങ്ങ് പോയില്ലേ. 3 തവണ വളരെ ഭംഗിയായി ഡൽഹിയെ മുന്നോട്ട് നയിച്ച ഷീല ദീക്ഷിതിൻ്റെ ഗവൺമെൻറ്റിനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗവൺമെൻറ് അവിടെ ഡൽഹിയിൽ വന്നത്. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഒന്ന് മാറ്റിയെടുക്കാൻ എത്രത്തോളം പണിപ്പെട്ടു. അവസാനം കോൺഗ്രസിനല്ല BJPക്കാണ് അതിനുള്ള നിയോഗം എത്തിയത്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ തട്ടകങ്ങൾ BJP എതിർക്കാനുള്ള ഒരു ഘടന എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ തട്ടകങ്ങളായിരുന്നു മഹാരാഷ്ട്രയും ഗോവയും ഗുജറാത്തും ഒക്കെ. അവിടെയൊക്കെ തന്നെ ഈ ആം ആദ്മി പാർട്ടി കടന്നു വരുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ പിളർന്നു പോവില്ലേ? അപ്പോൾ BJPക്കെതിരെ തങ്ങളാണല്ലോ മുഖ്യ പ്രതിപക്ഷം, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളാണല്ലോ. എന്തിന് പുതിയൊരു സംവിധാനം? ഗവൺമെൻറ് എതിർക്കാൻ ഞങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾ വേണമെങ്കിൽ സമരം കിടന്നോളൂ കുറേ ദിവസം എന്ന ഒരു ചിന്തയിലായിരുന്നു. പക്ഷേ
കൈവിട്ടു പോകുന്നു എന്ന് ബി ജെ പിക്ക് മാത്രമല്ല തോന്നിയത്, കോൺഗ്രസിനും തോന്നി. ബി ജെ പിക്കും ഒരു കാരണത്താൽ, അതായത് പ്രക്ഷോഭം അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ രൂക്ഷമായി മുന്നോട്ട് പോയി. അതിൻ്റെ അടിസ്ഥാന വിഷയം കാതലുള്ള വിഷയമാണ് എന്ന് ഇന്ത്യയിലെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞു. അർബൻ മെട്രോപൊളിറ്റൻ കമ്മ്യൂണിറ്റി തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് ജൻസി കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ തിരിച്ചറിഞ്ഞു. അവരുടെ രാഷ്ട്രീയമല്ല ഇതിനകത്ത്, ബി ജെ പി വിരുദ്ധതയൊന്നുമല്ല. ഇന്ത്യ നന്നാകണം, ഇവിടെ പഠിക്കാൻ അവസരമുണ്ടാകണം, പഠിച്ചാൽ അതിന് വിലയുണ്ടാകണം, ഇവിടെ ജോലി ലഭിക്കണം, നീതി പുലരണം. ഇവിടെ ഏതെങ്കിലും ഘടനകൾ ചില കാര്യങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകരുത്. ഈ ആവശ്യം ന്യായമാണ്. അതുകൊണ്ടാണ് നിമിഷാർത്ഥം കൊണ്ട് 22 ലക്ഷം പേർ ഇൻസ്റ്റഗ്രാമിൽ സി ജെ പിക്ക് ഫോളോവേഴ്സായിട്ട് വന്നത്. അത് എന്തുകൊണ്ട് കണ്ടില്ല? ബി ജെ പി കണ്ടില്ല, കോൺഗ്രസും കണ്ടില്ലത്. അത് കോൺഗ്രസ് അവസാനം വൈകി എത്തിയ വിവേകമാണ്. കോൺഗ്രസിനെ കൊണ്ട് പാർലമെൻറ്റ് മാർച്ച് നടത്താൻ വേണ്ടി ഉള്ള ഒരു തീരുമാനം, അതൊരു നാടകീയതയാണ്. അപ്പം ഘടകകക്ഷികളെ ഒന്നും കോൺഫിഡൻസിൽ എടുക്കാതെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ സമ്മേളിക്കുകയും അവിടുന്ന് നാടകീയമായി 1/2 കിലോമീറ്റർ അകലെയുള്ള പാർലമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും അങ്ങനെ ഒരു ഷോ ആയിരുന്നു. ആകപ്പാടെ ഒരു ഷോയാണ്. താൻ ഇവിടെയൊക്കെ ഉണ്ട്, കോൺഗ്രസ് പാർട്ടി ഭരിച്ചു പോയിട്ടില്ല, ഇവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ നല്ല ഒന്നാന്തരം അവസരമായിരുന്നു. അപ്പോൾ പലരും വിചാരിച്ചു കോൺഗ്രസ് പാർട്ടി അതങ്ങ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി. ഇല്ല, ശ്രദ്ധ ഇപ്പോഴും ജന്തർ മന്ദറിലേക്കാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സത്യാഗ്രഹം ആരും ഇരിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി പെട്ടെന്ന് വലിയ വെട്ടുക്കിളി പോലെ, കണ്ടത്തിൽ വെട്ടുക്കിളി ഇറങ്ങുന്ന പോലെ വലിയ പ്രകടനം കുറേ MP-മാർ ചേർന്ന് നയിച്ച് അത് കഴിഞ്ഞ് അവരൊക്കെ പിന്മാറുകയാണ്. അവിടെ സി ജെ പിയുടെ വ്യത്യാസം എന്താണ്? കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയിലെ കുട്ടികൾ അവരവിടെ ഇരിക്കുകയാണ്. ഊണ് ഉറക്കവും കളഞ്ഞ് ഉപേക്ഷിച്ച് അവിടെ ഇരിക്കുകയാണ്. അവർക്ക് ആഹാരമൊക്കെ എത്തുന്നുണ്ട്. ഗുഡ്വില്ലാണ് അവരനുഭവിക്കുന്ന, ഗുഡ്വില്ലാണ് രാജ്യവ്യാപകമായി അവരനുഭവിക്കുന്ന ഗുഡ്വിൽ. കോൺഗ്രസിന് ആ ഗുഡ്വിൽ ലഭിക്കുന്നൊന്നുമില്ല. സി ജെ പിക്ക് ലഭിക്കുന്ന ഗുഡ്വിൽ പുതുമയുടെ ഗുഡ്വില്ലാണ്. അവർ ഉയർത്തുന്ന വിഷയത്തിൻ്റെ നൈർമല്യം, ആ വിഷയത്തിൻ്റെ ഗൗരവം, അതിൻ്റെ കാതൽ, അതാണ് വിഷയം. അതുകൊണ്ട് കോൺഗ്രസ് രണ്ടാമതേ ഒരു ശ്രമം നടത്തി. കഴിഞ്ഞ രാത്രിയിൽ ഒരു ശ്രമം നടത്തി. ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരു യാത്ര. അവിടെ ചെന്ന് ഇരുട്ടിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് മറ്റൊരു പ്രക്ഷോഭം. അതുകൊണ്ട് പാർലമെൻറ്റ്, കോൺഗ്രസിൻ്റെ റോൾ എന്താ? പാർലമെൻറ്റിനുള്ളിൽ ഒന്നാന്തരമായി മോദിയുടെ, അമിത്ഷായുടെ ഭരണകൂടത്തിൻ്റെ, അമിത്ഷായുടെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ക്രമസമാധാന നില പുലർത്തുന്നതിൽ, അല്ലെങ്കിൽ ഈ അക്രമത്തെ അടിച്ച് ഒതുക്കാൻ അടിച്ചൊതുക്കിയിട്ടില്ല, ശ്രമിച്ചതിൻ്റെ പിന്നിലുള്ള ഗുരുതരമായ വീഴ്ചകൾ എണ്ണി കണക്ക് ചോദിക്കാൻ കോൺഗ്രസിൻ്റെ 99 MP-മാർക്ക് കഴിയണം. 1. 2, ഗൗരവമായി ഈ പപ്പു ഇമേജൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഗൗരവമായി ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഈ പാർലമെൻറ്റിൽ ഇടപെടണം. കാരണം രാഹുൽ ഗാന്ധി നല്ല വായനയുള്ള ആളാണ്. സത്യത്തിൽ കാര്യമായ നെഹ്റുവിൻ്റെ കൊച്ചുമകൻ എന്ന നിലയിൽ വളരെയധികം കഴിവുകളുള്ള ആളാണ്. പക്ഷേ എവിടെയോ ഒരു ചെറിയ ഫോക്കസ് എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ ചേര കടിക്കാൻ ഇങ്ങനെ വരും, അല്ലെങ്കിൽ അരണ കടിക്കാൻ വരും, അവസാനം കടി വീഴുമെന്ന ഘട്ടം വരുമ്പോൾ അങ്ങ് മറന്നു പോകും എന്തിനാണ് വന്നതെന്ന്. ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ മറവികളെല്ലാം ഉണ്ടോ? സംശയം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു വിഷയത്തെ അങ്ങ് വാണത്തിൽ കയറ്റി വെച്ച് കത്തിച്ച് നിർത്തിയതിന് ശേഷം പെട്ടെന്ന് ടൂർ പോകളയും. ആ ഒരു പരിപാടിയുമായി ഇനി നിൽക്കും. അതുകൊണ്ടാണ് വിശ്വാസ്യതയുടെ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ലേശം വിശ്വാസ്യത പലപ്പോഴും കുറയുന്നത്. രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവർ പോലും പലപ്പോഴും പൂർണ്ണ ബോധ്യത്തിലല്ല ഈ പിന്തുണയ്ക്കുന്നത്. കാരണം ഈ മിന്നിയും തെളിഞ്ഞ് കത്തുന്നൊരു രീതിയുണ്ട്. അത് പാർലമെൻറ്റിൽ ഇനി ഒരു പ്രസംഗം കേൾക്കാം. രാഹുൽ ഗാന്ധിയുടെ ഒന്നാന്തരം ഒരു പ്രസംഗം പാർലമെൻറ്റിൽ ഇനി ഉള്ള സമയങ്ങളിൽ കേൾക്കാം. പാർലമെൻറ്റിൽ ചർച്ച ഉണ്ടാകും എന്നത് ഏതാണ്ട് BJP അംഗീകരിച്ചൊരു കാര്യമാണ്. അത് വരട്ടെ. അതോടൊപ്പം തന്നെ തെരുവുകളിൽ, ഇപ്പോൾ ഡൽഹി മാത്രമല്ല, ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ കാറ്റ് കൊണ്ടുപോകണം. അതിന് CJPക്ക് ഒരുപക്ഷെ കഴിയില്ല. CJP ഇപ്പോഴും ഒരു അർബൻ എലിറ്റിസ്റ്റ് ഓർ അർബൻ മെട്രോപൊളിറ്റൻ സോഷ്യൽ നെറ്റ്വർക്ക് കൂട്ടായ്മ മാത്രമാണ്. അതൊരു പാർട്ടി ആയിട്ടില്ല. ഒരുപക്ഷെ നാളുകളിൽ ഇത് പാർട്ടി ആയി കൂടായികയില്ല. ആ രീതിയിൽ തന്നെയാണ് ഒരുപക്ഷെ അഭിജിത്ത് ദീപ്കയും കൂട്ടരും മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ അത് പുതുമയുണ്ടാകും. ആം ആദ്മി പാർട്ടിക്ക് പറ്റിയ അതേ അവസ്ഥ തന്നെ CJPക്കും പറ്റി കൂടായികയില്ല എന്നാണ് എൻ്റെ ചിന്ത. നാളുകളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കി കാണാം. പക്ഷേ ഇപ്പോൾ ഒരു ഹൈപ്പാണ്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പിന്തുണ ഒരു ഹൈപ്പാണ്. ഒരു വിഷയത്തിന് വിഷയാധിഷ്ഠിതമായി കിട്ടിയ ഈ കാലഘട്ടത്തിൻ്റെ പിന്തുണയാണ്.
അതിനെ പെർമനൻ്റായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മാറുമ്പോൾ വിഷയം വേറെയാണ്. മൾട്ടിപ്പിൾ ഇഷ്യൂസ്, യൂത്ത് ഇഷ്യൂ മാത്രം കൊണ്ടൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നിൽക്കാനാവില്ല. മൾട്ടിപ്പിൾ ഇഷ്യൂസ്, രാജ്യത്തിൻ്റെ വിദേശ നയം, രാജ്യത്തിൻ്റെ ധനകാര്യ സാമ്പത്തിക നയം, എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടി വരും. അതിന് കഴിവുണ്ടോ എന്ന മറ്റൊരു ചോദ്യമാണ്. കോൺഗ്രസ്സിന് ഒരു പ്രസക്തി തിരിച്ചു പിടിക്കാൻ ഒരു നല്ല മാർഗമായിരുന്നു, അതുപയോഗിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതുപയോഗിക്കുകയും ഇത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി മാത്രമല്ല, കഴിയുമെങ്കിൽ നരേന്ദ്രമോദിയുടെ രാജി എഴുതി വാങ്ങാൻ കഴിയുമോ? അതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്, അങ്ങനെയൊന്നും നടക്കില്ല. ഇപ്പോഴത് സാധ്യമല്ല എന്നാണ്. കാരണം 5 വർഷത്തെ മാൻഡേറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ വിഷയത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാകണം. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വാങ്ങിയെടുക്കാൻ കഴിഞ്ഞാൽ CJPയോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അഭിമാനിക്കാനുള്ള വകയുണ്ടാകും. ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസ് നടത്തുന്നൊരു പ്രക്ഷോഭം വിജയിക്കുന്നത്. കാരണം CJPയുടെ ചുമലേറിയാണെങ്കിൽ പോലും കോൺഗ്രസിനൊരു പ്രസക്തി ഉണ്ടാകുന്നത്. കാരണം BJP ബാൻഡ് വാഗണിൽ നിന്നും യുവ മനസ്സുകൾ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ മടിച്ചെങ്കിലും കോൺഗ്രസ് ബാൻഡ് വാഗണിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. എത്തിയെന്ന് പറയാൻ ഞാൻ ആളല്ല, എത്താനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. ഇത് എത്രത്തോളം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാം? കർഷക സമരം ഒരുപക്ഷെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും വീണ്ടും വിജയിച്ചു വന്ന് രാഷ്ട്രീയമായി വിജയിച്ചു വന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ലേ? ഏത് സമരത്തിന് ശേഷവും നടന്ന തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നത് BJP അല്ലേ? അപ്പോൾ BJP അങ്ങനെ പൂർണ്ണമായി ഇന്ത്യയിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനൊന്നും ആവുന്നതല്ല, അത്ര രൂഢമൂലമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പോളിറ്റിക്സിൽ യുവജനങ്ങൾക്ക് താല്പര്യമില്ല. അവിടെ കൂടിയ CJP എന്ന് പറഞ്ഞു കൂടിയ ഒരാളുടെയും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ സാമ്പത്തിക അവസ്ഥയോ വിഷയമായിട്ടില്ല. അവരൊരു കോസിന് വേണ്ടി മുന്നോട്ട് വരുന്നു. അവിടെ BJP ഉയർത്തുന്ന സ്വത്വ രാഷ്ട്രീയം, ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഉയർത്തുന്ന പ്രാദേശിക സ്വത്വ രാഷ്ട്രീയം, യാദവ പൊളിറ്റിക്സ്, മുസ്ലിം പൊളിറ്റിക്സ്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യുവജനങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് യുവജനങ്ങൾക്ക് കൂടി സ്വീകാര്യമാകുന്ന ഒരു പൊളിറ്റിക്സ്, ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും കഴിഞ്ഞാൽ ശക്തമായ പ്രതിപക്ഷമായി ഒരുപക്ഷെ നിലനിൽക്കാനാവും. അത് മോദിജിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, അമിത്ഷായെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അടുത്ത 2.5-3 വർഷം മുന്നോട്ട് പോകാൻ കഴിയും. അത് ജനാധിപത്യത്തിൻ്റെ വീരേതിഹാസങ്ങൾ നിറഞ്ഞ പോരാട്ടമായി ഒരുപക്ഷെ ഭാവിയിൽ ചരിത്രം കാണും. അതിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. ഇന്ത്യ മാറ്റത്തിനുള്ള ഒരു പാതയിലെത്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉടനെ എങ്ങും BJP ഗവൺമെൻറ് വീഴുമെന്നൊന്നും അല്ല അതിനർത്ഥം മാറി ചിന്തിക്കാൻ കൂടുതൽ പേർ തയ്യാറായിരിക്കുന്നു. ഒരു നിരാശാബോധം ബാധിച്ചിരുന്ന ആളുകൾ, നിരാശാബോധം ബാധിച്ചിരുന്ന പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ പോരാട്ട മികവുകൊണ്ടല്ല, മറിച്ച് CJP ഉയർത്തിയ വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് എന്നുകൂടി മനസ്സിലാക്കണം.